സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. BJPയും JDUവും 101 വീതം സീറ്റിലാണ് മത്സരിക്കുക. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. NDAയെ സംബന്ധിച്ചിട്ട് സീറ്റ് വിഭജനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള തർക്കങ്ങളെക്കുറിച്ചും എതിരഭിപ്രായങ്ങളെക്കുറിച്ചുമൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത്? തീർച്ചയായും ഘടകകക്ഷികൾക്കെല്ലാം തന്നെ കൃത്യമായ പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനതാദൾ യുണൈറ്റഡ് തന്നെയാണ്. ഇതിൽ നിതീഷ് കുമാറിനെ പരിഗണിച്ചുകൊണ്ട് നിതീഷ് കുമാറിന് കുറച്ച് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും ബീഹാറിൽ BJPയും JDUയും 101 സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 29 സീറ്റുകളിൽ മത്സരിക്കാൻ അവസരം നൽകുന്നു. അതോടൊപ്പം തന്നെ ഉപേന്ദ്ര കുശ്വാഹയുടെ RLM, ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എന്നീ പാർട്ടികൾ 6 വീതം സീറ്റുകളിലും മത്സരിക്കും. ഈ രീതിയിൽ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് തങ്ങളുടെ കക്ഷികളുടെ പാർട്ടികൾക്ക് വലിയ പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സീറ്റ് വിഭജനം NDA പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാർ ഈ രണ്ട് നേതാക്കളെയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് NDAയുടെ പ്രചരണമടക്കം നടത്താൻ ഉള്ള തീരുമാനം. എന്തായാലും ഈ രണ്ട് നേതാക്കളെ മുൻനിർത്തി തന്നെയാണ് അവിടെ നിയമസഭ പിടിക്കാനുള്ള NDAയുടെ നീക്കമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 101 സീറ്റുകളിൽ BJPയും 101 സീറ്റുകളിൽ JDUവും മത്സരിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളെല്ലാം തന്നെ NDA തുടങ്ങിയിരുന്നു. എന്തായാലും ഇന്ന് ഡൽഹിയിൽ ചേർന്ന NDAയുടെ യോഗത്തിലാണ് ഇപ്പോൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്തിമ തീരുമാനത്തിന് ശേഷം ഇപ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുന്ന മഹാസഖ്യവും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും നാളെയോടെ തന്നെ അന്തിമ തീരുമാനം ഇതിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ എല്ലാം തന്നെ ഡൽഹിയിൽ കൂടുതൽ ചർച്ച നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും 60 സീറ്റുകൾ വേണമെന്നാണ് ഈ ഇടത് പാർട്ടികളുടെ ആവശ്യം. ഈ ബീഹാറിൽ 60 സീറ്റുകൾ വേണമെന്നാണ് ഇടത് പാർട്ടികൾ പറയുന്നത്. കൂടാതെ 140 സീറ്റുകളിലാണ് ഈ RJD രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് അടക്കം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജനതാദൾ മത്സരിക്കുക. എന്തായാലും വിജയസാധ്യതയുള്ള സീറ്റുകൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസും മത്സരിക്കുമെന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മഹാസഖ്യത്തിന്റെ സീറ്റ് പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇത്തവണ 2 ഘട്ടമായി തന്നെയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. നവംബർ 6-നും 11-നുമാണ് തെരഞ്ഞെടുപ്പ്. 14-ന് വോട്ടെണ്ണൽ നടക്കും. 243 സീറ്റുകളിൽ വലിയ മുൻതൂക്കം നേടാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി ഉള്ളത്. എന്തായാലും ഈ മഹാസഖ്യം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ NDAക്കെതിരെ ഒരു ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഇന്ത്യ സഖ്യം ഉൾപ്പെടുന്ന മഹാസഖ്യം ലക്ഷ്യമിടുന്നത്. എന്തായാലും വലിയൊരു മത്സരം ഈ മഹാസഖ്യവും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ മഹാസഖ്യം ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അശോക് ഗെഹ്ലോട്ടിനാണ് അവിടെ ചുമതല നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം തന്നെ സജീവമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അവർ നടത്തിയിരുന്നു. കൂടാതെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ശക്തമാക്കി തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിൽ BJPയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം തന്നെ തുടങ്ങി വെച്ചിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDAയും RJD കോൺഗ്രസ് എന്നിവ അടങ്ങിയ മഹാമുന്നണിയും കൂടാതെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയുമാണ് ബീഹാറിൽ മത്സരരംഗത്ത് ഉള്ളത്. ഏതായാലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഉന്നയിച്ച വോട്ടുകളുടെ ആരോപണം അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ വികസനങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് NDA അവിടെ വോട്ട് പ്രചാരണം നടത്തുമ്പോൾ ഈ വോട്ടുകളുടെ ആരോപണം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ മഹാസഖ്യം കൂടുതലായി ഉയർത്തുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും. എന്തായാലും ശക്തമായൊരു മത്സരം തന്നെ ബീഹാറിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 6-നും 11-നുമാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുക. എന്തായാലും അതിന് മുന്നോടിയായി തന്നെ NDA ഇപ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനമാണ് പൂർത്തിയാകാനുള്ള അതിനുള്ള ചർച്ചകളെല്ലാം തന്നെ ഡൽഹിയിൽ നടക്കുകയാണ്. ഇനി നാളെ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MS
BJPയും JDUവും 101 വീതം സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായ സ്ഥിതിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടി സീറ്റ് വിഭജനത്തിൻ്റെ വിവരം പുറത്തു വരുന്നതോടുകൂടി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഒന്നുകൂടി വ്യക്തമാകും എന്ന് KC ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു.